നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ, നമ്മൾ ചെയ്യുന്ന സ്കെച്ചപ്പ് 3D മോഡലിൽ നമുക്ക് എങ്ങനെ മെഷർമെന്റ് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു കാർപ്പൻറ്റേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ മെഷർമെന്റ് അത്യാവശ്യമാണ്. നമ്മൾ അതിനകത്തുള്ള അക്സസറീസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ മെഷർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അക്സസറീസ് പോലും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അതിനകത്തേക്ക് ആ മെഷർമെന്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോയും ഒന്ന് കാണുക. നമ്മുടെ ട്യൂട്ടോറിയലിന്റെ ഫുൾ വീഡിയോയും കാണുക. ഇതിൽ ട്യൂട്ടോറിയൽ മാത്രമല്ല, ട്രാവൽ ഉണ്ട്, ഫുഡ് എക്സ്പ്ലോറിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട സ്കെച്ചപ്പ് 3D മോഡലിംഗ് ഇഷ്ടപ്പെട്ട് വരുന്നവർ നമ്മുടെ ബാക്കിയുള്ള വീഡിയോകളും കൂടെ ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാനൊരു വീടിനെ സെക്ഷൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു വർക്കിനെ സെക്ഷൻ ചെയ്തിരിക്കുകയാണ്. കേട്ടോ, ഇതെങ്ങനെയാണ് സെക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മുൻപത്തെ വീഡിയോകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുൻപത്തെ ചാപ്റ്ററും കൂടെ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലോട്ട് വരിക, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. മുൻപത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സെക്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. മുൻപത്തെ വെച്ചാൽ നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ പുറകിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു 3 മുറികളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഡൈനിങ് ഹാളുണ്ട്, പിന്നെ ഒരു വർക്ക് ഏരിയ. അപ്പോൾ അത് എനിക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻ ചെയ്ത് ഞാൻ നിർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ടത്, ഫസ്റ്റ് കൊടുക്കേണ്ട മെഷർമെൻറ്റ്സ് ഇതിലാണ് കൊടുക്കേണ്ടത്. ഈ കാണുന്ന ഭാഗത്തുള്ള മെഷർമെൻറ്റ്സ് ആണ് എനിക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ, ഈ മുകളിലായിട്ട് ഇവിടെ കണ്ടോ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടൂളുണ്ട്. കണ്ടോ, ഇതാണ് ഡയമെൻഷൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ്, കൺസ്ട്രക്ഷൻ ബോക്സ്. ഇതിനകത്ത് തന്നെ ടേപ്പ് ഉണ്ട്, ഡയമെൻഷൻസ് ഉണ്ട്, പ്രൊട്രാക്ടർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ആക്സിസ് ഉണ്ട്, 3D ടെക്സ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനകത്തുള്ള. ഈ ബോക്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, നേരെ വ്യൂവിൽ പോവുക, ടൂൾ ബാർ സെലക്ട് ചെയ്യുക. ടൂൾ ബാറിനകത്ത് ഇവിടെ താഴോട്ട് വരുമ്പോൾ കൺസ്ട്രക്ഷൻ ഇതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ബോക്സ് ഇവിടെ വരും. ഓക്കെ, ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ഡയമെൻഷനാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനെ നേരെ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്തു. ഇതാണ്ട ഇവിടുത്തെ എൻ്റെ ഈ ഒരു പോയിന്റും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ 62 ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന 3D എല്ലാം ഞാൻ മീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 62 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.62 മീറ്റർ അതാണ് കിടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ തിക്നെസ്, അതായത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന മെഷർമെന്റിന്റെ തിക്നെസ് വളരെ കുറവാണ്. കണ്ടില്ലേ, ഒരു ചെറുതായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇന്നത്തെ മെയിൻ ടോപ്പിക് തന്നെ അതാണ്, എങ്ങനെയാണ് നമുക്കിത് കറക്റ്റായിട്ട് അതിൻ്റെ തിക്നെസ്സും കളറും ഒക്കെ കൊടുത്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാൻ ഇവിടെ വിൻഡോയിൽ പോവുകയാണ്. വിൻഡോയിൽ മോഡൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതിനകത്ത് മോഡൽ ഇൻഫോയ്ക്കകത്ത് ടെക്സ്റ്റിനകത്തല്ല, ഡയമെൻഷൻസ് എന്നുള്ളതിൽ ഇവിടെ കുറേ ഉണ്ട്. ആനിമേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ നോക്കുന്നത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. കേട്ടോ, അവിടെ ടെക്സ്റ്റിനകത്ത് ഇതാണ്ടോ ഫോണ്ട് ഉണ്ട്, കളറുണ്ട്. ഈ കളർ ഞാൻ സെലക്ട് ചെയ്യണം. ചിലപ്പോൾ ഈ കളർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. ഞാൻ കുറച്ചൊന്ന് ബ്ലാക്ക് ആക്കി, എനിക്ക് ബ്ലാക്ക് കളറിൽ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ബ്ലാക്ക് ആക്കി. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിൽ വേണമെന്നുണ്ടെങ്കിൽ റെഡോ യെല്ലയോ, അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. അതുപോലെ ഞാൻ ബ്ലാക്ക് കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഫോണ്ടിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഫോണ്ട് ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഫോണ്ടിൽ വന്നിട്ട് റെഗുലർ എന്ന് 12
12 ആണ് എൻ്റെ ഒരു ഹൈറ്റ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് റെഗുലർ എന്നാണ് കിടക്കും. ഞാനത് ബോൾഡാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 14 16 ഒക്കെ കൊടുക്കാം. 14 ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതായിരിക്കും ഫോണ്ട്. ഇപ്പം ഞാൻ 12ൻ്റെ ആവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ അത് കുറച്ച് വേണമെങ്കിൽ 10 11 ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. അതൊന്നും ഒരു പ്രശ്നമല്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാനിത് ബോൾഡാക്കി ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഫോണ്ട്. ഇവിടെ വരുമ്പോൾ കണ്ടോ ഡയമെൻഷൻസ് ഓക്കെ ആയി. ഇനി ടെക്സ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് അത് സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഇത് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് അതുപോലെ ഇതിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ സ്ലാഷാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ട് കൊടുക്കാം. ഇതിപ്പം കേട്ടോ ഇവിടെ സ്ലാഷാണ് കൊടുത്തേക്കുന്നത്. അതൊരു വിഷയമല്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം. അത് നിങ്ങളുടെ ഇഷ്ടം. ടെക്സ്റ്റ് ഇനി ഞാൻ പറഞ്ഞ ടെക്സ്റ്റിലാക്കിയാണ് പോകുന്നത്. ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ ടെക്സ്റ്റിലും ഉണ്ട് കണ്ടോ ഇതുപോലെ ഫോണ്ടുകൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഞാൻ കളർ ഇതിപ്പോൾ ഓൾറെഡി ബ്ലാക്കിൽ തന്നെയാണ് കിടക്കുന്നത്, ബ്ലാക്ക് ആക്കി. പിന്നെ ഫോണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫോണ്ട് വന്നിട്ട് ബോൾഡാക്കി ഓക്കെ കൊടുത്തു. ഇപ്പുറത്ത് വന്നിട്ട് ഇതിലും ഞാൻ അതുപോലെ തന്നെ കളർ ബ്ലാക്ക് ആക്കി, ഫോണ്ട് വന്നിട്ട് ഫോണ്ട് ബോൾഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. പിന്നെ യൂണിറ്റിലേക്ക് പോകുന്നു. യൂണിറ്റിൽ വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ ടെക്സ്റ്റും ഡയമെൻഷൻസും ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ബാക്കി ഫയലിൽ അതിലൊന്നും വേറെ ഒന്നും കളർ ചേഞ്ച് ഒന്നും കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്തു. ഇനി താഴെ വരുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഇവിടെ റെഡി ആവുമെന്ന്. അങ്ങനെയൊന്നും റെഡി ആവില്ല. നമ്മൾ തന്നെ റെഡിയാക്കിയാലേ റെഡി ആവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാനിതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഡയമെൻഷൻ എടുക്കുന്നു. ഈ പോയിന്റിൽ വയ്ക്കുന്നു, ഇപ്പുറത്തെ പോയിന്റിൽ കൊടുക്കുന്നു. കണ്ടോ, നേരത്തെ 62 ആയിരുന്നു, ഇപ്പൊ 63 ആയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷർമെന്റ് എടുക്കുമ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് വേണം മെഷർമെന്റ് കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ് മാർക്ക്. കാരണം നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഗ്രൂ ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയല്ലേ. അപ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ് ഇത് പറയുക. അപ്പോൾ ഗ്രൂ കൊടുക്കുമ്പോൾ കണ്ട കറക്റ്റ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിപ്പോൾ 62. ഓക്കെ, നമുക്ക് അപ്പോൾ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞു നമുക്കിവിടെ. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിപ്പം മെഷർമെന്റ് ഓൾറെഡി ഇപ്പം നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ആണെങ്കിലും ഇവിടെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് വേണമെങ്കിൽ മെഷർമെന്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ 20 സെൻറ്റിമീറ്റർ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കിംഗ് തെറ്റി, 41 ആയി. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നമ്മൾ എടുത്തിട്ടില്ല. ഡിലീറ്റ് കളഞ്ഞിട്ട് ഡയമെൻഷൻസ് കറക്റ്റായിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്രശ്നം സോൾവ്. ഇനി ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഗ്യാപ്പ് അല്ലാതെ ഈ ലാമിനേഷൻ അതിൻ്റെയൊക്കെ ഏത് ബ്രാൻഡാണ് എന്നുള്ളതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇത് എടുത്തിട്ട് ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അത് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ലാമിനേഷൻ ബ്രാൻഡ്. എന്താണ് ബ്രാൻഡ്? ഇപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. നിങ്ങൾ അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ലാമിനേഷൻ്റെ പേരെന്താണ്, ആ പേര് ഇതിലേക്ക് കൊടുക്കുക. മനസ്സിലായേ? നിങ്ങൾ അപ്പോൾ ഒരാൾക്ക് ആ ഡ്രോയിങ് എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ മെഷർമെൻ്റ് ഉണ്ട്, ആ കൊടുത്തിരിക്കുന്ന ലാമിനേഷൻ ഇന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇതുപോലെ എഴുതി ചേർക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ എഴുതിയ കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. കാരണം എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ മെഷർമെന്റ് എഴുതി കാണിക്കുക ബുദ്ധിമുട്ടാണ്, വീഡിയോയുടെ ലെങ്ത് കൂടും. ഇപ്പോൾ ഇതുപോലെ ചെയ്ത ഒരു ഇത് ഞാൻ കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തതാണ്. ഇത് ഒരു കാർപ്പൻറ്റർക്ക് കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത സാധനമാണ്. ഇതിലെല്ലാ മെഷർമെൻറ്റും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ടോപ്പ് യൂണിറ്റിൻ്റെ പ്രൊജക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അത് 48 സെൻറ്റിമീറ്റർ ആണ്. സാധാരണ നമ്മൾ 32 സെൻറ്റിമീറ്ററേ ഈ പ്രൊജക്ഷൻ കൊടുക്കാറുള്ളൂ. പക്ഷേ ക്ലയൻറ്റിന് 48 വേണമെന്നുള്ളത് കൊണ്ടാണ് ടോപ്പ് യൂണിറ്റ് പ്രൊജക്ഷൻ 48 ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്തൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, 10 mm ഗ്ലാസ്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഷട്ടറിൻ്റെ അകത്ത്, അതായത് നമ്മുടെ വെർട്ടിക്കൽ ഷട്ടറിനകത്ത് ഹൊറിസോണ്ടലായിട്ട് ഒരു ഇൻസൈഡ് പാർട്ടീഷൻ, അത് ഞാൻ താഴെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഇൻസൈഡ് പാർട്ടീഷൻ. ഏതെങ്കിലും ഒരിടത്ത് മാർക്ക് ചെയ്താൽ മതി. എല്ലായിടത്തും ഇൻസൈഡ് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം കൂടെ എഴുത്തുകൾ കൊണ്ടങ്ങ് നിറഞ്ഞു പോകും. അപ്പോൾ ഞാൻ താഴെ കണ്ടോ ആ ഡോട്ടർ ലൈൻ കൊടുത്ത് അതിനകത്ത് ഇൻസൈഡ് പാർട്ടീഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം വർക്ക് ചെയ്യുന്ന ഒരു കാർപ്പൻറ്റർക്ക് അത് കറക്റ്റായിട്ട്
അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ട ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന GTPT എന്ന് പറയുന്ന ഒരു സംഭവം വയ്ക്കേണ്ട ഒരു സാധനത്ത് ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട് അലുമിനിയം പ്രൊഫൈൽ വിത്ത് ഗ്ലാസ് എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിവിടെ വരുന്ന തട്ടിൻ്റെയൊക്കെ തിക്നെസ് 3.2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ഡബിൾ പ്ലൈവുഡ് കനം അതിന് വേണം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെയും നമുക്ക് മറ്റേ ഡോർ തുറക്കുന്നതിന് വേണ്ടി ഒരു 5 സെൻറ്റിമീറ്റർ ഫിക്സഡ് പീസ് കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടോ എഴുതി കാണിച്ചേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കളറ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഇത് റെഡ് കളറിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു വ്യൂ കണ്ടോ, ഇവിടെയും പ്രൊജക്ഷൻ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രൊജക്ഷൻ 60 എന്നും കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റും ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ ഇൻബിൽറ്റ് ഓവൻ വരുന്നതിൻ്റെ ഹൈറ്റ് 1.49 1.50 അത് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അത് അവർക്ക് 3D കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കേട്ടോ, വേസ്റ്റ് ബിന്ന് താഴത്തെ ഇതിൽ വരുന്നുണ്ട്, അതുപോലെ അക്വാ ഗാർഡ് വരുന്നത്, ഇതെല്ലാം നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷനും അവിടെ ഉണ്ടാകത്തില്ല. ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഡൗട്ട്, അതായത് ഈ ഡോട്ടർ ലൈൻ ഞാൻ മുമ്പ് കാണിച്ചില്ലേ, അതിലുള്ള ഡോട്ടർ ലൈൻ എങ്ങനെയാണ് ഇതിലൊക്കെ പാർട്ടീഷൻ കാണിച്ചേക്കുന്നത്, ഈ ഡോട്ടർ ലൈൻ എങ്ങനെ കൊടുത്തു എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു കൺഫ്യൂഷനായിട്ട് ഉള്ളത്. ഇവിടെ മാർക്ക് ഓക്കെ കൺഫ്യൂഷനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഇൻസൈഡ് പാർട്ടീഷൻ കൊടുത്തേക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇത് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ബ്രഷ് വെച്ച് വരയ്ക്കുക. അതിനേക്കാൾ എളുപ്പം നമുക്ക് സ്കെച്ചപ്പിൽ തന്നെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് എനിക്ക് ആ പാർട്ടീഷൻ കാണിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ലൈൻ ടൂൾ എടുത്തിട്ട് കുറച്ചൊന്ന് സൂം ചെയ്യണം. കാരണം വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇത് ലൈൻ കാണണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, എനിക്കിവിടെ സെൻറ്റർ ചെയ്താണ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ കൊടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതായി ഇവിടെ വരച്ചു. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എറൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ എറൈസ് ടൂൾ എടുത്തു, എറൈസ് ചെയ്യുന്നു കേട്ടോ, അത് ഫുള്ളായിട്ട് എറൈസ് ആയി പോകും. അപ്പോൾ ഞാൻ തിരിച്ച് ബാക്കിലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. എന്നിരുന്നാലും ഇതിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ഒന്നും കൂടെ പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ടോ ആ ചുവന്ന കുത്തുകൾ വരുന്നില്ലേ, അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ടത് പോയിന്റ് ലെങ്ത് എന്ന് പറയുന്നത് 0.2 കണ്ട, ഇതിനകത്ത് കണ്ട 0.02 വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇതിൽ എന്ത് ചെയ്യുന്നു, ഈ ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും. കണ്ടോ, ഓരോന്നും ഒന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, ആദ്യം കുറച്ച് പാടായിരിക്കും, പിന്നെ ചെയ്ത് വരുമ്പം എളുപ്പമായിക്കോളും. കണ്ടോ, ഇങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്പം നമുക്കിവിടെ ഡോട്ടർ ലൈൻ ഓൾറെഡി ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ ഫോട്ടോഷോപ്പിലോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയല്ല, സ്കെച്ചപ്പിൽ മറ്റൊരു രീതി ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ലൈൻ ഇങ്ങനെ ആക്കാം എന്ന് വല്ല ഇത് അറിയാം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണ്ടോ, അപ്പോൾ എനിക്ക് ഡോട്ടർ ലൈൻ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ വന്നിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് ഇതെവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇൻസൈഡ് അങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്യും. ഇൻസൈഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് പോകും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കറിയാം അകത്ത് ഇന്നടത്ത് ഇന്നത് വേണം, ഇന്നടത്ത് ഇന്നതാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3D ടെക്സ്റ്റ്. 3D ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ ഇതിനകത്ത് 3D ടെക്സ്റ്റിൻ്റെ ആവശ്യം ഇല്ല, കൊടുക്കേണ്ട ആവശ്യം, എന്നാലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3D ടെക്സ്റ്റിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഓപ്പണായി വരും. ഇതിപ്പോൾ മലയാളത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് മാറ്റി ഇംഗ്ലീഷിലേക്ക് പോവാം. ഏതെങ്കിലും ഒരു നല്ലൊരു ഫോണ്ട് എടുക്കാം. ഓക്കെ, ഏതൊരു ഫോണ്ട് അത് കിടന്നോട്ടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ എന്താണ്
പുൾ ഔട്ട് എന്ന് കൊടുത്തു, ഞാൻ പ്ലേസ് ചെയ്തു. അതിവിടെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ 3D ടെക്സ്റ്റ് എന്ന് പറയാൻ, നിങ്ങൾ വീഡിയോ റെൻഡറിങ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ലോഗയോ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് സൈസ് ചെയ്തതിന് ശേഷം, കാരണം നമുക്കിതിൽ 3D ടെക്സ്റ്റിൽ തന്നെ നമുക്കിതിൻ്റെ ഡെപ്തും ഇതൊക്കെ ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും, സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കണം. ഇതിനെ കണ്ട ഞാൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഒരു ബാക്കിലുള്ള ഡെപ്ത് ഇങ്ങനെ കൂടി വരും. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയും. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുകയോ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള വീഡിയോസ് റെൻഡർ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ എൻസ്കേപ്പിൽ സാധിക്കും. ഇതിനൊരു എന്തെങ്കിലും ഒരു ടെക്സ്ചറോ ഒരു സ്റ്റീലിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറോ ഇതൊക്കെ അതിലൊന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു ലുക്ക് ഉണ്ടാകും. എങ്ങനെയുണ്ടായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്കെച്ചപ്പിനെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ വീഡിയോ അല്ലായിരുന്നോ? കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് വർക്കുകളും കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ, വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.